എല്ലാ സുഹൃത്തുക്കളെയും ഒരിക്കൽ കൂടി ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരൻ. ഇന്നത്തെ നമ്മുടെ വീഡിയോ പ്രധാനമായി ഹൈലൈറ്റ് ചെയ്യുന്നത് ഓണവും സുരക്ഷിതത്വത്തെയും കുറിച്ചാണ്. ഇനിയിപ്പോൾ ഓണക്കാലമായി ഈ ഓണ ആഘോഷത്തിനായി ഗവൺമെൻറ് എത്രയോ കോടികളൊക്കെ കടമെടുക്കുന്നു എന്നൊക്കെയാണ് അറിയുന്നത്. പ്രധാനപ്പെട്ട ഭരണകൂടത്തോടും പ്രത്യേകിച്ച് നമ്മുടെ ധനമന്ത്രിയോടും എനിക്ക് പറയാനുള്ളത് ഒന്ന് മാത്രം: കഴിയുന്നതും ആഘോഷങ്ങൾക്ക് പരിമിതി ഏർപ്പെടുത്തുക. ഇതിലൂടെ ക്രമസമാധാനം നല്ല രീതിയിൽ നമുക്ക് സ്ഥാപിക്കാൻ സാധിക്കും. കാരണം ഈ ഓണം നാളുകളിൽ ഒത്തിരി ഇലിമിനേഷനും മറ്റ് ഡെക്കറേഷനും ചെയ്യുകയും ഒപ്പം പല വേദികളിൽ പല പരിപാടികളും നടത്താറുണ്ട്. എന്നാൽ ശ്രദ്ധിക്കേണ്ടത്, ഈ പരിപാടികൾ കാണാൻ എത്തുന്നതിൽ അധിക ഭാഗം ആൾക്കാരും യങ്സ്റ്റേഴ്സാണ്. ഇവർ ഓൾമോസ്റ്റ് എല്ലാവരും മയക്കുമരുന്നും മദ്യത്തിനും അടിമപ്പെട്ടവരാണ്. ഇപ്പോൾ രാത്രികളിൽ നടക്കുന്ന ഈ ആഘോഷ പരിപാടികളിൽ ഗാനമേള ഇതെല്ലാം ഒരു ഭാഗമാണ്. ഈ ഗാനമേളയിൽ തന്നെ അവരുടെ ഗ്രൂപ്പിനെ മറ്റുള്ളവർ അറിയാനുള്ള എല്ലാവിധ ഡപ്പാങ്കൂത്ത് പാട്ടുകളൊക്കെ നടത്തുക. അതായത് വെരി ഫാസ്റ്റ് ട്രാക്ക്. അത് കേട്ടാൽ ആടാത്തവനും ആടിപ്പോവും. അപ്പോൾ ഇതിൽ കള്ളൊക്കെ ഉള്ളിൽ ചെല്ലുന്നവർക്കാണെങ്കിൽ ആട്ടം കൂടും. പരിസരബോധമില്ലാതെ ഡാൻസ് ചെയ്യും. അടുത്ത ഫാമിലി ഉണ്ടെങ്കിൽ അവരെ പോലും ശ്രദ്ധിക്കില്ല. ഇതിൽ ബുദ്ധിമുട്ടാവുമ്പോൾ ആരെങ്കിലും പ്രതികരിച്ചാൽ ഇവരതിനെ റിറ്റാലിയേറ്റ് ചെയ്യുന്നത് വളരെ മോശമായിരിക്കും. തല്ലുകൂടി പല പ്രശ്നങ്ങളുണ്ടാകും. അപ്പോഴുണ്ടാകുന്നത് ഈ ഒരു ഗ്യാങ്ങിന്, ഇവർക്ക് പല ഗ്യാങ്ങുകളും കാണും, മറ്റു പലയിടത്തും കാണും. അപ്പോൾ ഫോൺ ചെയ്ത് അവരെ വിളിക്കും, ബഹളമായി ആരെങ്കിലും തല്ലിക്കൊല്ലും. ഇതിൽ കൂടി ദുഃഖം അനുഭവിക്കുന്ന ആരെന്ന് ചോദിച്ചാൽ പാവം ഈ ഡോക്ടേഴ്സ്, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, ഫയർഫോഴ്സ്, ഇത് പല ഘടകങ്ങളായിട്ടാണ് ഇവർ പ്രവർത്തിക്കേണ്ടി വരുന്നത്. അടിപിടി നടത്തിയാൽ പോലീസിന് ഇടപെടേണ്ടി വരും. പോലീസിനെ കൊണ്ട് ജയിലിലാക്കണം. അവരുടെ സമയം വെറുതെ പാഴാക്കി കളയാണ്. ഇനി ആരെങ്കിലും മരണപ്പെട്ടാൽ നേരെ മോർച്ചറിയിൽ കൊണ്ടുപോകണം. അപ്പോൾ അവിടേക്ക് എന്നാ ചെയ്യേണ്ടത്? അവിടെ ഡോക്ടർ വന്ന് പോസ്റ്റ്മോർട്ടം നടത്തണം. ഇത് സാധാരണ സ്റ്റേജിൽ. ഇനി ഇതില്ലാതെ കള്ളടിച്ചിട്ട് പല ജലാശയങ്ങളിൽ നീന്തൽ അറിയാതെ തന്നെ നമ്പർ വിടാൻ, മറ്റുള്ളവരെ കാണിക്കാൻ അങ്ങോട്ട് എടുത്തു ചാടും, അങ്ങോട്ട് മുങ്ങും. ഇനി അവരെ തിരയാൻ ഫയർഫോഴ്സിനും പണി കൊടുക്കും. ഇതൊക്കെ സാധാരണ നടക്കുന്നതാണ്. മറ്റൊരു കൂട്ടരുടെ അടിച്ച് ഫിറ്റാകുമ്പോൾ നല്ല സ്പീഡുള്ള ബൈക്കാണെങ്കിൽ ആ ബൈക്കിൽ അഭ്യാസം കാണിച്ച് തലയടിച്ച് അതും ചാകും. അപ്പോൾ ഇത് അറ്റ്ലീസ്റ്റ് ഒരു 99% ഇത് നമ്മുടെ സുരക്ഷയെ ബാധിക്കുന്നതാണ്, ക്രമസമാധാനത്തെ പാലിക്കുന്നതാണ്. അതുകൊണ്ട് ഈ ഭരണകൂടം ഒന്ന് ആലോചിക്കുക. ഈ നമ്മുടെ ധനമന്ത്രിയും, നിങ്ങളൊക്കെ ഭരണത്തിലിരിക്കുന്നവരാണ്, നിങ്ങൾക്ക് പലതും ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം നാട്ടിൽ ക്രമസമാധാനം വരുത്തുക എന്നുള്ളതാണ്. അല്ലാതെ കടം വാങ്ങി കോടികൾ ചിലവഴിച്ച് ഇവിടെ കാണിച്ചിട്ട് നമുക്ക് ആരെന്ത് നേടാനാണ്? ആ കടം വാങ്ങുന്ന രൂപ കൊണ്ട് എൻ്റെ അഭിപ്രായമാണ് പറയുന്നത്, ഈ മൊത്തം ആഘോഷങ്ങളെ സ്റ്റോപ്പ് ചെയ്യണമെന്ന് പറയുന്നില്ല. പക്ഷേ അതെല്ലാം പരിമിതികൾ ഉണ്ടായിരിക്കണം. അതിനെല്ലാം അതിൽ കിട്ടുന്ന എന്തെങ്കിലും കുറച്ച് രൂപ നിങ്ങൾക്ക് മിച്ചം പഠിക്കുകയാണെങ്കിൽ, പാവം പിടിച്ചവർ ഒത്തിരി ഇവിടെ ബുദ്ധിമുട്ടുന്ന, മരുന്ന് വാങ്ങാനും ക്ഷേമ പെൻഷൻ പോലും ഇല്ലാതെ, ശമ്പളമില്ലാതെ, പ്രൊവിഡന്റ് ഫണ്ട് കിട്ടാതെ ഒത്തിരി കഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. ഇവരെല്ലാം കഷ്ടപ്പെടുത്തിയിട്ട് നമുക്കെന്തിനാണ് ഈ ഒരു ആഘോഷം? ഒരു വർഷമെങ്കിൽ നമുക്കിപ്പോൾ നമ്മുടെ സ്റ്റേറ്റ് വളരെ വളരെ മോശമായ സാമ്പത്തിക ക്ലേശം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസരത്തിൽ പറ്റുകയാണെങ്കിൽ ഈ ഒരു ആഘോഷത്തിന് അറ്റ്ലീസ്റ്റ് ഒരു 25% എവിടെയെങ്കിലും എന്തെങ്കിലും ഒന്ന് കാണിക്കാതെ, ഇല്ലെങ്കിലും
ഇവിടെ ഒരു കുഴപ്പവും ഉണ്ടാകില്ല. ഏറ്റവും സന്തോഷിക്കുന്നത് വീട്ടുകാരായിരിക്കും. എല്ലാ സമയത്തും ജോലി ചെയ്യുന്ന ഈ ഡോക്ടേഴ്സും പോലീസുകാരും ഫയർഫോഴ്സുകാരും ഇവരെല്ലാം അറ്റ്ലീസ്റ്റ് ഒരു ദിവസമെങ്കിലും അവരുടെ കുടുംബത്തിനോടൊപ്പം ഇരുന്ന് അവരുടെ വീടുകളിൽ ഉള്ളൊരു സദ്യ കഴിക്കാനുള്ള സാഹചര്യം സ്വയം ഉണ്ടാക്കേണ്ടത് ഭരണകൂടമാണ്. എന്നാൽ ഈ ആഘോഷങ്ങളും ഇതിൻ്റെ എല്ലാ ഈ ഒരു സിസ്റ്റമാറ്റിക് ഇല്ലാതെയുള്ള ആഘോഷങ്ങൾ മൂലം പല ബുദ്ധിമുട്ടുകളും പബ്ലിക്കിനുണ്ടാകുന്നു, എല്ലാവർക്കും ഉണ്ടാകുന്നു. അതുകൊണ്ട് ആർക്കും ഒരു സമാധാനമെന്ന് ഓണം ഉണ്ണാൻ വരെ പറ്റില്ല. സോ ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, പറ്റുകയാണെങ്കിൽ ഈ ആഘോഷങ്ങൾക്ക് ഒരുപാട് കഴിയുന്ന പരിമിതികളുണ്ടാക്കുക. ഞാൻ ഈ കംപ്ലീറ്റ് സ്ട്രീറ്റെല്ലാം ഡാർക്കാക്കണമെന്ന് പറയുന്നില്ല, ഇരുട്ടിലാക്കണമെന്ന് പറയുന്നില്ല. ബട്ട് ഈ ഇലക്ട്രിസിറ്റിയുടെയും ചിലവുകൾ നമ്മൾ നോക്കണം. എന്തായിരുന്നാലും സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ടാകും. കഴിയുന്ന ഒരു 7 മണി 8 മണിക്കുള്ളിലുള്ള ആഘോഷങ്ങൾ നിർത്തിക്കഴിഞ്ഞാൽ പാവം പോലീസുകാർക്ക് കുറച്ചെങ്കിലും ഒരു സമാധാനമായിട്ടിരിക്കാൻ പറ്റും. ഡേ ടൈം ഇറ്റ്സ് ഓക്കെ, ദാറ്റ് ഈസ് ദെയർ ഡ്യൂട്ടി. അതുകൊണ്ട് ഭരണകൂടത്തിനോട് വീണ്ടും പറയുന്നു, ഈ ഓണാഘോഷങ്ങൾക്ക് ഒരു പരിധി നിശ്ചയിക്കുക. ആഘോഷങ്ങൾ ഒരു സമയപരിധി വരെ വയ്ക്കുക. അത് കഴിഞ്ഞ ഒരു ആഘോഷവും ഉണ്ടാകാതിരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഈ കള്ളടിച്ച് ഈ ഡ്രിങ്ക്സ് ചെയ്ത് അങ്ങോട്ടും ക്രമസമാധാനം തകർക്കാൻ നടക്കുന്നവരെ പിടിക്കാൻ പോലീസിന് കുറച്ച് എളുപ്പമായിരിക്കും. അനായാസം അവർക്ക് ഇവരൊക്കെ ട്രേസ് ചെയ്യാൻ പറ്റും. അതുപോലെ എക്സൈസും ഇവർക്ക് നല്ല രീതിയിൽ ജോലി ചെയ്യാനുള്ളൊരു ഡയസാണ് ഭരണകൂടം ഉണ്ടാക്കി കൊടുക്കേണ്ടത്. നാം തന്നെ ഉള്ള പരിപാടികളുടെ എല്ലാം ഒപ്പിച്ച് അടിയും പിടിയും ബഹളം ഉണ്ടാക്കി നമുക്ക് ആവശ്യത്തിന് പോലീസില്ലായിരിക്കുമ്പോൾ അവരങ്ങടേക്ക് അയച്ചു കഴിഞ്ഞാൽ വേറൊരു ഭാഗം തകരാറാകുകയാണ്. സോ എന്തുകൊണ്ട് ഈ ഒരു വർഷം ഈ ആഘോഷങ്ങൾക്ക് ചെറിയൊരു ഒരു ലീവ് കൊടുത്തുകൂടാ? എല്ലാവരും വീട്ടിൽ ആഘോഷിക്കട്ടെ. വീട്ടിൽ കുടുംബത്തോടൊപ്പം ആഘോഷിക്കാനുള്ള സംവിധാനമുണ്ട്. ഇപ്പോൾ ഈ ടെലിവിഷനിൽ തന്നെ ഒത്തിരി പ്രോഗ്രാംസൊക്കെ ഇടുന്നുണ്ട്. അവർ വീട്ടിൽ നിന്ന് കണ്ടോട്ടെ, ടി വിയിൽ കൂടി, ഒപ്പം വീട്ടിലെല്ലാവരും ഉണ്ടാകും. അപ്പോഴത്തേക്കും ഒരു സമാധാന അന്തരീക്ഷം നല്ല രീതിയിൽ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ഇതിനേറ്റവും പുറമെ എനിക്ക് പറയാനുള്ളത്, ഈ ആഘോഷങ്ങളിൽ നിന്ന് ഒരു ഭാഗം എടുക്കൽ ഈ പഞ്ചായത്ത് തലത്തിലും ബ്ലോക്ക് തലത്തിലും ഈ ഗവൺമെൻറ് ഈ PW തലത്തിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒത്തിരി കോൺട്രാക്ടേഴ്സുണ്ട്. അവർക്ക് അവരുടെ ബില്ലുകൾ ക്ലിയർ ആകാതെ അവർ ഒത്തിരി ടെൻഷൻ അടിക്കുകയാണ്. അവരുടെ ജോലിക്കാർക്ക് ശമ്പളം കൊടുക്കാൻ പറ്റുന്നില്ല. അവരെയും മാനസിക സമ്മർദ്ദത്തിൽ ആക്കാതിരിക്കാൻ ഗവൺമെൻറ് ശ്രമിച്ചാലും. സോ ഈ ഓണം ആഘോഷം നമുക്ക് ഓണം വീട്ടിലാണ് ആഘോഷവും മനസ്സിലുമാണ് ആഘോഷം. അത് പുറത്ത് മദ്യത്തിനും മയക്കുമരുന്നിനും ഉള്ളവർക്കായി മാത്രം ഡെഡിക്കേറ്റ് ചെയ്യുന്ന പ്രോഗ്രാം ആയി കാണിക്കരുത്. അവരല്ല ഇവിടെ ജീവിക്കുന്നത്, പബ്ലിക്കും ജീവിക്കുന്നുണ്ട്. സമാധാനമാണ് പബ്ലിക് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കൽ കൂടി ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു, പറ്റുകയാണെങ്കിൽ ഈ ആഘോഷങ്ങളുടെ വ്യാപ്തി കുറയ്ക്കുക. കടമെടുക്കുന്ന ക്യാഷ് ആവശ്യമായിട്ട് എത്രയോ സ്ഥലങ്ങളിൽ നമുക്ക് ഇതിപ്പോൾ എപ്പോഴും നമ്മൾ പത്രത്തിൽ കാണിക്കുകയാണ് ഈ റോഡിന് കുഴപ്പം. ഈവൻ ഇതിനോടൊപ്പം എനിക്ക് പറയാനുള്ളത്, ആ KSRTCയിലും കണ്ട ഒരു ലോഞ്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. AC യുടെ ഒരു ഈ പാസഞ്ചേഴ്സിന് റെസ്റ്റ് എടുക്കാൻ 1 മണിക്കൂർ 2 മണിക്കൂർ, അത് പ്രൈവറ്റ് ആൾക്കാരെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അതും പ്രവർത്തനമില്ലാതെ ഞാൻ മന്ത്രി കിട്ടാത്തതുകൊണ്ട് അതിന് ഉദ്ഘാടനം തടഞ്ഞു വെച്ചേക്കുകയാണ്. ഫോർ വാട്ട്? ഈ മന്ത്രിക്ക് പല ജോലികളും കാണില്ല, അവരെ തന്നെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യണമെന്നില്ല. അപ്പോൾ അവിടെ സ്റ്റേഷൻ ഡയറക്ടറാണോ വേറെ ആരെങ്കിലും ഡയറക്ടറാണോ അവരെ കൊണ്ടൊന്ന് ഓപ്പൺ ചെയ്ത് വിട്ടുകൊടുക്കുക എന്നുള്ള കാര്യമേ ഉള്ളൂ. ഈ മന്ത്രിമാരെ അവരുടെ ജോലിക്ക് ഇങ്ങോട്ട് വിട്ടേക്കുക. മന്ത്രി ഉണ്ടെങ്കിൽ എന്ന് നടക്കുന്നത് എന്തിനാണ്? അതിൻ്റെ കാര്യമില്ല. നമ്മൾ ഈ പഴയ മൂരാച്ചിത്തരെല്ലാം മാറ്റുക. നമ്മൾ വി ആർ ഇൻ ദ അഡ്വാൻസിങ് വേൾഡ്. അതുകൊണ്ട് പ്രത്യേകം ഈ മിനിസ്റ്റേഴ്സ് തന്നെ, ഇപ്പോൾ മുഖ്യമന്ത്രിയായാലും മറ്റു പല മന്ത്രിമാരായാലും അവർക്ക് അവരുടേതായ ഒരുപാട് ജോലി തിരക്കുകളുണ്ട്. അവരെല്ലാം വിളിച്ച് ഈ മാമാങ്കം നടത്തി അവരെ ഉദ്ഘാടനത്തിന് വിളിച്ചാൽ എന്ത് നേടാൻ? നത്തിങ്. അവരവരുടെ ഓഫീസിൽ നിന്ന് അവരുടെ കാര്യങ്ങൾ നിർവഹിക്കട്ടെ, അവരെ ഡയറക്ഷൻ കൊടുക്കട്ടെ. അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ ഓണത്തിൽ ഉണ്ടാകുന്ന അപകടങ്ങളെ
കുറയ്ക്കാം, വടികാൽ മരണങ്ങളെ കുറയ്ക്കാം, കൈകാൽ നഷ്ടപ്പെടുന്നത് ഡാമേജ് ഇതൊക്കെ കുറയ്ക്കാം. അതിന് ഗവൺമെൻറ് ചെയ്യേണ്ട ഒരേ ഒരു കാരണം ഈ ആഘോഷങ്ങൾക്ക് പരിധികൾ വയ്ക്കുക, ചിലവുകൾ കൺട്രോൾ ചെയ്യുക. എന്തും കടം വാങ്ങിയിട്ടുള്ളൊരു ഒരു ഒരു കളിയാണ് ഈ ഗവൺമെൻറ്റിൻ്റെ. ഈ സമയത്തെങ്കിലും നിങ്ങൾ ഈ ഓണവും അടുത്ത ഓണവും കൂടെ നിങ്ങളുടെ കാലാവധി തീരുന്നു, അടുത്ത വരുന്നവർക്കും കൂടി പറയുകയാണ്, ഈ ആഘോഷങ്ങളൊക്കെ ഇതൊന്നും ഉണ്ടാക്കേണ്ട. നമ്മൾ സെൽഫ് സഫിഷ്യൻ്റ് ആയതിനു ശേഷം പോരെ ആഘോഷങ്ങൾ, അങ്ങനെ ചിന്തിക്കുക. അതുകൊണ്ട് എല്ലാ സുഹൃത്തുക്കളും, നിങ്ങൾ ഈ രാഷ്ട്രീയക്കാരായിരുന്നാലും മന്ത്രിയായിരുന്നാലും അവരുടെ സ്റ്റാഫുകാർ ഇതിനെക്കുറിച്ച് സീരിയസ് ആയിട്ട് ചിന്തിക്കുക. ദയവ് ചെയ്ത് നമ്മളോടൊപ്പം കിടന്ന് കഷ്ടപ്പെടുന്ന ക്രമസമാധാനത്തിന് ബുദ്ധിമുട്ടുന്ന അത് ക്രമസമാധാനം നല്ല രീതിയിൽ ഉണ്ടാക്കാനുള്ള സൗകര്യം ഗവൺമെൻറ് തലത്തിലും പബ്ലിക് തലത്തിലും നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക. അവരും ഡോക്ടറും ഫയർഫോഴ്സിലും ഈ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിലും ആരോഗ്യ ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവർ സമാധാനമായി ഒരു നേരത്തെ ആഹാരം കുടുംബത്തോടൊപ്പം ഈ ഓണം നാളിൽ ഉണ്ണാനുള്ള സൗകര്യം ഉണ്ടാക്കാൻ ഗവൺമെൻറ് ഒന്ന് ശ്രമിച്ചാലും. താങ്ക് യു. കാണാം വീണ്ടും അടുത്ത വീഡിയോയിലൂടെ.